വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. ബിറ്റ്കോയിന്റെ നോക്കിയാൽ കാണാം, ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും കൂടുതൽ വരിക. അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് പോകാനാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവൽ ഇവിടെയാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ബിറ്റ്കോയിനിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും താഴത്തെ സപ്പോർട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 98,575 ആൻഡ് 99,864. അതിന്റെ മുകളിലുള്ളത് 102,998, 104,388. ഇനി അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസുകളുടെ പ്രൈസ് ഒന്ന് നോക്കാം. 107,548 ആൻഡ് 108,938. അതിന്റെ മുകളിലുള്ളത് 109,797 ആൻഡ് അതിന്റെ മുകളിലുള്ളത് 111,213. ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇപ്പോൾ ഒരു റിയാക്ഷൻ തന്നതെന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നല്ലൊരു സപ്ലൈയും കൂടി നടന്ന ഏരിയ ആണ്. അപ്പോൾ ലെവലിന് 50 മിനിറ്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വന്നാൽ കാണാം, ഇവിടെയും ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ അതിന്റെ അടുത്ത് ഒരു സോൺ മാർക്ക് ചെയ്തിട്ടതാണ്. എന്നാലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെയൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ഇനി ഒരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡിലേക്ക് ഒരു ബൈ എൻട്രി ഉണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലെവലിൽ നമ്മൾ നേരത്തെ വരച്ച 50 മിനിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ വന്നതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇവിടേക്കാണ് വരാനുള്ള സാധ്യത. അവിടെ നിന്നൊരു പക്ഷേ ചെറിയൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അത് മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എവിടെ വരെ വരും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മിക്കവാറും ഈ ലെവലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പുൾ ബാക്ക് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഏറെക്കുറെയൊക്കെ ഈ ലെവൽ വരെ, അതായത് 1,15,000 വരെയൊക്കെ ഏറെക്കുറെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എത്തുമെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നല്ലൊരു സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് തൊട്ട് താഴേക്കൊന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഒന്ന് ഒരു ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ വന്നിട്ടും സപ്പോർട്ട് എടുത്തിട്ട് പോവാം, അങ്ങനെയും സാധ്യത ഉണ്ട്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലൊക്കെയാണ്. ഈ ലെവലിൽ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാം. പോകുന്ന സമയത്ത് ഒരു പുൾ ബാക്ക് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഇതിന്റെ മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നിന്ന് കൺഫർമേഷൻ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഈ ഒരു പുൾ ബാക്ക് ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങണം എന്നില്ല, ഇവിടുന്ന് തന്നെ ഒരു ബ്രേക്ക്ഔട്ടും മുകളിലോട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതെല്ലാം കൺഫർമേഷനെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് ഊഹാപോഹങ്ങളുടെ മുകളിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്വുഡുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ്വുഡിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.